ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു സൺഡേ വ്ളോഗൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇതാ രണ്ടെണ്ണം നല്ല ഉറക്കത്തിലാണ്. അവർ എനിക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ സെറ്റാക്കാൻ പോവാം. നോണ പറഞ്ഞിട്ട് അവള് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയത് അവർ നല്ല ഉറക്കത്തിലായിരുന്നു സത്യത്തിൽ. സമയം 11 മണിയായി ഇവിടത്തെ. അപ്പൊ ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. പച്ച കളറാണ്, പച്ചമുളകിന്റെ ഇതെന്നിട്ടുണ്ടാക്കണ മസാല ഞങ്ങൾ ഇന്ന് മസാല ദോശയാണ്. മസാല ദോശ വിത്ത് ചട്നി ആൻഡ് മസാല. പിന്നെ മെയിനായിട്ട് കാര്യം ഇതൊന്നും ഉണ്ടാക്കാൻ പച്ചമുളക് എന്താ എന്തിനാണ് എന്താ ഒരു 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 രാശുണ്ട് വെക്കണ്ട മസാല. രാശു ഉണ്ടാക്കണേ. അത് ഞങ്ങളത് വെക്കണം. ആ തരത്തിൽ നീ കുക്കിങ് പഠിച്ചോണ്ടിരിക്കുക. എന്റെ കുക്കിങ് കണ്ട് കുറച്ച് കുക്കിങ് പഠിക്കുന്നു. അമ്മയ്ക്ക് വല്ല അറിയാ? നമുക്കറിയാലേ അമ്മ എന്തൊക്കെ ഉണ്ടാക്കുന്നില്ലേ. ഒന്നും എടുക്കരുത്. അവിടെ പറഞ്ഞേ, അതിൽ പറഞ്ഞേ അടി കിട്ടും പറഞ്ഞേ. എങ്ങനെ അടി കിട്ടും പറയാ? എങ്ങനെ അടി കിട്ടുന്ന പറയാ? എന്തുണ്ടാ നിങ്ങള് ദോശ ഉണ്ടാക്കാൻ പോകണ്ട. അതിനവിടെ എന്റെ മോനെ എന്തിട്ടാ ദോശയുടെ ഒരു ഭംഗി അറിയില്ലെന്ന് പറഞ്ഞ ചട്ടി മോശമല്ല. അമ്മയുടെ ദോശ ഉണ്ടോ നീ? സൂപ്പർ. അതെ, കൊച്ചു കഴിക്കണേ. അരി അച്ഛണ്ടാക്കി തരാൻ പറ. അയ്യേ ദോശയുടെ അറ്റൊന്നും കിട്ടുന്നില്ല. അത് പിടിച്ചിട്ട് ശരിക്കും ഉണ്ടാക്കി ഇങ്ങനെ ഒഴിച്ച് വെക്കുമ്പോ നല്ല ദോശല്ലേ രാശു? അത് കുത്തി കേട്ടണ്. ചില കുറ്റം പറഞ്ഞ അവൻ ദോശ ഉണ്ടാക്കാട്ടാ. എങ്ങനെയുണ്ടെന്ന് നോക്കാം കൈസ്. എന്ത് സൂപ്പർ ആവുമായിരിക്കില്ലേ? പക്ഷെ എന്റെ ഇതുപോലെ തന്നെ പൈസ വരണേ. പക്ഷെ എടുക്കാൻ കിട്ടുന്നില്ലെന്ന്. അവിടെ സൈഡ് നോൺ സ്റ്റിക്കിന്റെ ഇത് പോയോണ്ട് എന്താ കണ്ട അവള് ചോദിച്ചു വാങ്ങാൻ നിക്കണ് ഇപ്പൊ എന്റെ ദോശ. വെള്ളം വെള്ളം അതില് വെള്ളം ഒഴിക്കും. അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടല്ലേ ഞാൻ കട്ടയായിട്ടിരിക്കും. വളരെ ഭംഗിയുള്ള ദോശ. എന്റെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഉണ്ട്. എന്തൊരു ഭംഗിയുള്ള ദോശകളാന്നറിയാം ഞങ്ങളില്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. അത് രാഷന് കൊടുത്താന്നുണ്ടല്ലേ? അതെ, ഒന്നിനൊന്നും മെച്ചം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്.
തുറക്ക് മാറ്റാൻ പറയണ എന്റെ അടുത്ത്. എന്തെന്നാണ് അമ്മയ്ക്കാണ് മോന് കുറുക്കല്ലേ ഇതമ്മ. അമ്മ റേഷന് വേണ വേണ എങ്ങനെ ആകട്ട് ആകർന്ന വാ തുറക്ക്. ആകർക്ക ആ അശോ കുറുക്കൊക്കെ മുഖത്ത് വെച്ചേക്ക. കുറുക്കിന്റെ ഇടകൂടെ ഇപ്പൊ ഓറഞ്ച്. ഞാനേ ഇത് എടുത്ത വഴിക്കില്ലേ എന്നിട്ട് എങ്ങടാ പോണേ എങ്ങടാ പോണേ എന്ത് ഇതിലിരിക്കണേ നോക്കാള്. ആ അയ്യോ തല ആ ഇല്ല നിനക്ക് വലിയ ഹൈറ്റ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല മുട്ടില്ല. വറക്കണത് മാത്രം ഞാൻ തേച്ച് വെച്ചത് വൈശു വറക്കാടുന്നത് മാത്രം ഇഷ്ടേ. എടാ ഇതൊരു കോഴിക്ക് എത്ര കാലമാണ്? ഞാനല്ല ഫുള്ള് കുക്കിങ് റാഷണത് വൈഷനാണ്. ഞാൻ റാഷണ ഉറക്കായിരുന്നു. ഇതെന്താണത്? എടാ കഴിഞ്ഞ സ്റ്റവ് ഓഫ് ചെയ്തില്ലല്ലോ. കാണാനും സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവ് നല്ല കൈപ്പുണ്യാണ്. പറയാതിരിക്കാൻ വയ്യ. അല്ലടാ നിനക്ക് നല്ല കൈപ്പുണ്യല്ലടാ. അതെ പാര വെക്കും, നന്നായി പാര വെക്കും. നല്ല കുക്കിങ്ങാ വൈഷ്ണവ്, നന്നായി വെക്കും. എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്കൊന്നും ചെയ്യണമെന്നല്ല. കഴിഞ്ഞ ദിവസം സാമ്പാർ വെച്ചു, കടല വെച്ചു, ഇന്നത് ചിക്കൻ വെച്ച് എല്ലാം ചെയ്ത് തന്നോളൂ. അങ്ങനെ അപ്പൊ അതാ സമയം 4 മണി 4:30. ഇനി വേണം ഞങ്ങൾക്ക് ചോറുണ്ണാനായിട്ട്. ഇതായിട്ടുണ്ട്. അപ്പൊ ഓക്കെ തിന്നാൻ നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. അതിന് ടേസ്റ്റ് നോക്കട്ടെ. എന്നാ അവിടെ വയ്ക്കാം. ഇനി കയ്യിലെവിടെ ആണോ സ്പൂണോ? ഏതെടുക്കണ്ടേ? ഇതെടുക്കട്ടെ ഉണ്ട. സ്പൂണൊക്കെ എന്തിനാ? ഞാൻ വെറുതെ കൈ കൊണ്ടിട്ട് ടേസ്റ്റ് ചെയ്യണുള്ളൂ. ഇപ്പൊ അവിടെ ഗ്രേവി വെച്ചോട്ടെ. പോണം തുറന്നോണം. വറുത്തേനിപ്പുണ്ട്, ഗ്രേവിക്ക് പുറന്നോണം. സവാളക്ക് എവിടെ 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 ഇവിടെ എവിടെ എവിടെ എന്താണ് സ്മെല്ലെങ്കിലും നിനക്ക് അവിടെ നിന്ന് കിട്ടിയില്ല? എന്താ ഷീജമ്മ നന്നായി ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കൽ വരും. അതെ മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്കിലും സ്മെല്ല് വരും. ഏത് സാധനത്തിനായാലും. ഈ ടേസ്റ്റ് ആണോ നിങ്ങൾ ഉണ്ടാക്കുമ്പോ? അല്ല ഞങ്ങള് നല്ല നിന്റെ ഇത് ഞാൻ പറയട്ടെ, ഇത് അന്ന് നീ വീട്ടിൽ വെച്ചുണ്ടാക്കിയപ്പോ അതെ നല്ല പൊറോട്ട അപ്പം അങ്ങനെ കഴിക്കാനല്ലേ നിങ്ങൾക്ക് സൂപ്പർ. അത് കൂടുതലും കാരണം നല്ല മസാലകളല്ലേ.
അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് വൈശൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി, ചമ്മന്തി, തൈര്, പപ്പടം. അപ്പോൾ സിനിമ ഒക്കെ കണ്ടിരുന്ന് ഞങ്ങൾ ഫുഡ് അടിക്കട്ടെ. എവിടേക്കാണ് അവിടെ നിന്നിട്ടുള്ള കാണാൻ? വെറുതെ കോടാലിക്ക് പോണ പോലെ വെറുതെ കോടതി പോയി വരാൻ അങ്ങനെയാണോ? പറ. അതെ, എനിക്കൊന്നും അറിയില്ല അവിടെ നിന്നിട്ടുണ്ടോന്ന്. വെറുതെ പോണതാ. വെറുതെ റോട്ടിൽ കൂടെ നടക്കാനാ? അവിടെ എന്തെങ്കിലും മേടിച്ചിട്ട് വരല്ലോ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അങ്ങനെ വെച്ചാൽ മറ്റടുത്ത് വരെ. ഇപ്പൊ അവിടെ ലേറ്റ് ഒക്കെ ഉണ്ടായില്ലേ മറ്റേ കപ്പലിന്റെ അവിടെയൊക്കെ കോർണേഷനില്. അങ്ങോട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ? സെർച്ച് ചെയ്ത് നോക്കാ. എങ്ങനെയുണ്ട് കണ്ണിത്? നോക്ക്, വാലിട്ടോക്ക്. ഭംഗിയുണ്ട? നല്ല ഭംഗിയുണ്ട്. കാര്യത്തിൽ പറഞ്ഞു. എന്താ എന്താ ഇതെന്റെ എഴുതണ സുന്ദരിയായിരുന്നു. മുഖത്തൊക്കെ എഴുകിട്ടും കൂടി ഇല്ല തിന്നിട്ട്. നോക്കട്ടെ എന്ന് സുന്ദരിയായിരുന്നു. അമ്മ സുന്ദരി എവിടേക്ക് നോക്കട്ടെ? രാഷ്ട്രീയ ഉടുപ്പോക്കട്ടെ? നോക്കട്ടെ രാഷ്ട്രീയ ഉടുപ്പോക്കട്ടെ? അതെ എന്താ ടാറ്റാ ടാറ്റാ. എന്ത് ഉരുപ്പോണ്? അയ്യോ ഒരു കൊടുത്ത് എന്താ എന്തോ? അതെ, ഞങ്ങൾ എങ്ങോട്ടോ പോവാണ്. എവിടേക്കാന്നൊന്നുമില്ല, ഗത്യന്തരമില്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റാഷുക്കാരാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു റോളെ പിന്നെ പക്ഷെ വിചാരിച്ചു വേണ്ട. പിന്നെ ഇവിടെ എന്താ ഒരു ഷോപ്പിലേക്ക് പോവാന്ന് വെച്ചു. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നത്, അതൊക്കെ വാങ്ങി പറ്റിയ പാർക്കിൽ പോയിട്ട് കൊച്ചിനെ കാണിച്ച് അങ്ങനെ തിരിച്ചു വരാന്ന് വിചാരിക്കും. അതെ, നോക്കിയേ അച്ഛൻ നോക്ക്. നീ തന്നെ എടുത്ത് വരും. കാറ് രാജ എവിടേക്ക് പോണ്ടേ? രാജ എവിടേക്ക് പോണ്ടേ?
രാജു ഇങ്ങനെ പോണേ. ഇവിടെ വേറെ എന്തെങ്കിലും ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. എന്തുകൊണ്ടാണ് പക്ഷെ വേഗം നമ്മൾ തിരിച്ചെത്തിയത്? ഞാന് വേറെ ഒന്നല്ല, സമയം നോക്കിയത് മുഴുവൻ നമ്മൾ എന്റെ എന്റെ വാച്ചിൽ സമയം നമ്മുടെ ഇന്ത്യ സമയമാണ്. അപ്പൊ ഇതിൽ 10:30, അവിടെ തന്നെ ഇപ്പൊ 10 മണി. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ 10 മണി ഇനി തിരിച്ചു പോവാ, ഇനി റൂമിൽ ചെല്ലണം, ഫുഡ് കഴിക്കണം, ഇത് പണിയുണ്ട്, തിരിച്ചു പോവാന്ന് പറഞ്ഞ് ആ വയസ്സാണെ നോക്കിയില്ല. അത് കഴിഞ്ഞ് പകുതി എത്തിപ്പ് കഴിഞ്ഞപ്പോഴാണ് വൈഷു ഇങ്ങനെ ജസ്റ്റ് ഫോൺ കണ്ട് നോക്കിയപ്പോഴാണ് സമയം 8:30 ആയിട്ടുള്ളൂ ഇവിടെ. അങ്ങനെ വെറുതെ ആയിപ്പോയി. റോളാന്ന് വിചാരിച്ചാണ് ഏട്ടാ ഇറങ്ങിയത് അങ്ങോട്ട് പോവാ. അതിനിടയിൽ ജസ്റ്റ് മെഗാമോള് കയറിയതാ. പക്ഷെ ഇന്നിപ്പോ ഒന്നും നടന്നില്ല, തിരിച്ചു വന്നിരിക്കുന്നു. എവിടെ റാസു? എവിടെ റാസു? റാസു ഇവിടെ? അയ്യോ വയ്യാണ്ടായി. എന്നാലും അത്ര നടന്നു പോയി. പുതിയൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായി. ആ സാധനം ഇട്ടിട്ട് കാലൊക്കെ വേദനയായി. ദേ പോളം വന്ന് ദേ ആ ചെറിയ വിരലിൻ്റെ അവിടെ. നൈറ്റ് ഫുഡ് പൊറോട്ട ഉണ്ടാക്കിയുണ്ട്. 2 ദോശ, 2 പൊറോട്ട. പിന്നെ എന്തിട്ട് കാണിക്കുന്നേ? നമുക്ക് ഇവിടെ തണുത്തിട്ട് മുടി വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര സീനുള്ള തലവശത്ത് എന്നാ മൊട്ട അടിച്ചിരിക്കല്ലോ നമുക്ക്. നൈറ്റ് ഫുഡ് റെഡി ആയി ഗായ്സ്. മസാല ഇതൊക്കെ കാലത്തെത്തിയ. പിന്നെ ഇപ്പതേ പൊറോട്ട, ചിക്കൻ. ഓൾറെഡി ലേറ്റ്. ഞാൻ ഓൾറെഡി കിടന്നതാണ്, കാരണം റാഷ് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ദേ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. സൺഡേ ആയിട്ട് ഫുഡ് കുക്കിങ് ഇത് മെഗാമോൾ പോയി ജസ്റ്റ് പുറത്ത് പോയി ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.